ഓക്കെ. അപ്പം നമുക്ക് ഈ ടോയ്ലറ്റ് വെന്റിലേഷൻ സെക്ഷൻ്റെ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം ഇവിടെ 1, 2, 3, 4, 5 ടോയ്ലറ്റും ഈ ഒരു വാഷ് ഏരിയയുമാണ് ഉണ്ടായിരുന്നത്, ഈ ഒരു കൊറിഡോർ സ്പേസ്. അപ്പം ഇതിൻ്റെ ഈ ടോയ്ലറ്റിനകത്തു നിന്ന് ജനറേറ്റ് ആകുന്ന എക്സോസ്റ്റ് CFM-ഉം അതിനനുസരിച്ചിട്ടുള്ള ഫാൻ സെലക്ഷൻ ഡീറ്റെയിലുമാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എക്സലിൽ പ്രിപ്പയർ ചെയ്തപ്പോൾ നിങ്ങൾ 5 ടോയ്ലറ്റ് എടുത്തിട്ടുണ്ട്, സർവീസ് റൂം എടുത്തിട്ടുണ്ട്, കൊറിഡോറിന് 2 സെക്ഷൻ ആയിട്ടാണ് കഴിഞ്ഞ ക്ലാസ് അനുസരിച്ചിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം അവിടെയുള്ള CFM-ൻ്റെ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എക്സോസ്റ്റ് CFM-ൻ്റെ ഫ്രഷ് എയർ ടോട്ടൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു ടോയ്ലറ്റിൻ്റെ ടോട്ടൽ സം എടുക്കുന്നു, 885 അടുത്ത ഫ്രഷ് എയറിൻ്റെ ടോട്ടൽ എടുക്കുന്നു, 708 CFM ആണ് വരുന്നത്. 80% CFM വെച്ചിട്ടാണ് ഡിസൈൻ കംപ്ലീറ്റ് പോകുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഈ ഓരോ ടോയ്ലറ്റിലേക്കുള്ള എയറിനെ സക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡിഫ്യൂസർ അല്ലെങ്കിൽ ഗ്രില്ല്, അതല്ലെങ്കിൽ ഡിസ്ക് വാൽവ് എന്നൊക്കെ പറയും നമ്മൾ, ആ എയർ ടെർമിനൽ ആദ്യം ചൂസ് ചെയ്യണം. അപ്പം അത് ചൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതുപോലെ കാറ്റലോഗിനെ ഡിപ്പെൻഡ് ചെയ്യാം. ഒന്നുകിൽ ഈ കാറ്റലോഗ് ചൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നേരത്തെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു കാറ്റലോഗ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഇതാണ് ഡിസ്ക് വാൽവിൻ്റെ ഷേപ്പ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഗ്യാപ്പിലൂടെയാണ് എയറിനെ സക്ക് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇതിന് സെൻറ്റർ ഒരു ഡിസ്ക് ഉണ്ട്, ഔട്ടർ ഒരു റിങ്ങും ഉണ്ട്. അപ്പോൾ ഇതിന് ഒരു ഡയ ഉണ്ട്. ആ ഡയയാണ് CFM അനുസരിച്ച് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഓരോ ഡയമെൻഷൻ ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഹൈറ്റ് 120 ഹൈറ്റ് ആണ് വരുന്നത്. ഇവിടെയാണ് ഡക്റ്റ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്ന പോർഷൻ. ഈ ഭാഗത്താണ് ഡക്റ്റ് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡക്റ്റ് കണക്ട് ചെയ്ത് കൊടുക്കാൻ നമ്മൾ ക്ലിയറൻസ് പറയുന്നുണ്ട്. അവിടുത്തെ ഡയമെൻഷൻ എന്താണോ +10 അതായിരിക്കും ഡിസ്ക് വാൽവിൻ്റെ സൈസായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഫ്ലെക്സിബിൾ ഡക്റ്റോ അല്ലെങ്കിൽ റൗണ്ട് ഡക്റ്റോ കൊണ്ടുവന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്റ്റാൻഡേർഡ് സൈസസ് ഓരോ കമ്പനിക്ക് ഓരോന്നാണ്. ഇവിടെ ഇപ്പം നമ്മൾ എടുത്തേക്കുന്ന ടെക്നിക്കൽ ഡാറ്റ എടുത്തേക്കുന്നത് ഗെർമാൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. അപ്പോൾ ബീറ്റ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് അതിൻ്റെ സൈസ് വരുന്നത്. ബീറ്റ എന്ന് പറയുന്ന കമ്പനിയുടെ ബ്രാൻഡ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് സൈസസ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഗെർമാൻ്റെ ആണ്. അപ്പം ഇതിനകത്ത് ഈ ഡ്രോയിങ് നോക്കിയിട്ട് എയും ബിയും നമുക്ക് ഇവിടുന്ന് മെഷർമെൻറ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഡയയുടെ നേരെ അതിനകത്തൂടെ പാസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന എയറിൻ്റെ ക്വാണ്ടിറ്റി ഇവിടെ തന്നിട്ടുണ്ട്. ഫ്ലോ റേറ്റ് തന്നിരിക്കുന്നത് m3 ഹവറിലാണ്. നമുക്ക് വേണ്ടുന്നത് CFM-ലാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ജസ്റ്റ് CUM/hour to CFM എന്ന് കൺവേർഷൻ കൊടുക്കാം. ഇപ്പം ഇവിടെ നമ്മൾ ക്യൂബിക് ഫീറ്റ് പെർ മിനിറ്റ് m3/hour to CFM ആണ്. അപ്പം നമ്മളിവിടെ 100 എന്ന് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നു, കാൽക്കുലേറ്റ്. അപ്പോൾ 58.8 ആണ് CFM വരുന്നത്. ഇനി ഇവിടുത്തെ അടുത്ത വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ 140 വരുന്നുണ്ട്. 140 ആണ് എന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് 82 ആണ് വരുന്നത്. ഇതുപോലെ നമുക്ക് വേണ്ടുന്നത് ചൂസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ 80യുടേത് വരുന്നുണ്ട്. 80യുടേത് വരുമ്പോൾ നമുക്ക് നമ്മുടെ എക്സൽ അനുസരിച്ചിട്ട് നമുക്ക് ഇതെല്ലാം 80 ഇടായാൽ മതി. ഇതെല്ലാം 80 ഡയാണ് വരുന്നത്. ഇനി 134ഉം 107ഉം വരുന്നുണ്ട്. അതിന് നമുക്ക് ഇവിടെ വീണ്ടും എടുത്ത് നോക്കാം. 134 വരുമ്പോൾ 280 ഇട്ട് നോക്കാം. 164 വരുന്നുണ്ട്. 280യുടെ താഴെ 200 ആണുള്ളത്.
200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 117 വരുന്നുള്ളൂ. അപ്പം നമുക്ക് 280 ഇട്ട് കൊടുക്കണം. 280 വരുമ്പോൾ 150 ആണ് ഡയ വരുന്നത്. 150 ഡയ. ഇവിടെ ഫ്രഷ് എയറിന് വേണമെങ്കിൽ നമുക്ക് 100 ഡയ യൂസ് ചെയ്യാം. 125. ഇനി ഇവിടെ വരുമ്പോഴത്തേനും ഇത് നമ്മൾ 3 150 ഇട്ട് കൊടുക്കേണ്ട വരും. അല്ലെങ്കിൽ 125നെ 3 സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കേണ്ട വരും. ഈക്വൽ ടു ഇത് ഡിവൈഡഡ് ബൈ 3 കൊടുത്ത് നോക്കാം. 130 ആണ്. അപ്പോൾ 150യുടെ 3 ഇവിടെ ഈക്വൽ ടു ഇത് ഡിവൈഡഡ് ബൈ 3 104. ഇവിടെ നമുക്കതുപോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇവിടെ 125ൻ്റെ 1 സെയിം സൈസിന് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. അപ്പോൾ ഫ്രഷ് എയറിൻ്റെയും എക്സോസ്റ്റിൻ്റെയും ഈ ഡിസ്ക് വാൽവിൻ്റെ സൈസാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ചാർട്ട് നോക്കി എടുത്തിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് നമുക്ക് ഫ്രഷ് എയർ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ചെറിയ യൂണിറ്റ് ആയതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ഹൈലൈറ്റ് ചെയ്ത് ഫ്രഷ് എയറിനെ പറയാത്തത്. ഫ്രഷ് എയർ കൊടുക്കുകയാണെങ്കിൽ നല്ലത്, കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഡോർ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുമ്പം അവിടേക്ക് എയർ സർക്കുലേഷൻ ഉണ്ടായിക്കോളും. അപ്പം ഇനി അടുത്ത കാര്യം നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സംഭവം നമ്മൾ അതിനകത്തേക്ക് വരച്ച് പ്ലേസ് ചെയ്യണം. അപ്പം ഇവിടെ നോക്കുമ്പം നമുക്കിവിടെ 80യുടെ ആണെങ്കിൽ 75ൻ്റെ ഡിസ്കും, അതായത് ഡിസ്കിൻ്റെ സൈസ് വരുന്നത് 75ഉം ഔട്ടർ റിങ്ങിൻ്റെ സൈസ് വരുന്നത് 135ഉം ആണ്. അപ്പം ആ രീതിയിൽ നമ്മൾ വരച്ച് പ്ലേസ് ചെയ്യണം. അപ്പം ഇവിടെ നമ്മൾ ചെയ്യുന്നത് DO എൻ്റർ ചെയ്യും, ക്ലിക്ക് ചെയ്യും, ഇന്നർ വാല്യൂ കാണിച്ചത് 75. DO എൻ്റർ ചെയ്യുന്നു. DO എൻ്റർ ചെയ്തതിനു ശേഷം ഇവിടെ പറയുന്നത് സ്പെസിഫൈ ഇൻസൈഡ്. ഞാൻ ക്ലിക്ക് ചെയ്തില്ല, DO ജസ്റ്റ് എൻ്റർ ചെയ്തുള്ളൂ. 0 എൻ്റർ ചെയ്തു. എന്നിട്ട് ഔട്ടർ ഡയ 75 എന്ന് എൻ്റർ ചെയ്തു. എന്നിട്ട് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇത് ഇതുപോലെ വരും. ജസ്റ്റ് DO എൻ്റർ ചെയ്യുക, എന്നിട്ട് 0 എൻ്റർ ചെയ്യുക, എയുടെ ഡയമെൻഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കാണിക്കും. ഇത് സ്ക്രീനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും. വന്നതിന് ശേഷം C എൻ്റർ ചെയ്യുക. 135 ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 135ൻ്റെ പകുതി എത്രയാണോ അതാണ് നമ്മളവിടെ ഇവിടെ റേഡിയസ് ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പം ഈക്വൽ ടു 135 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ 67.5 ആണ് വരിക, ഇതിൻ്റെ പകുതി B. അപ്പോൾ 67.5 നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ റേഡിയസ് വന്നു. ഇതാണ് നമ്മുടെ ഡിസ്കോ വാൽവിൻ്റെ പ്ലാൻ വ്യൂ വരുന്നത്. ഇതിനെ നമ്മൾ കോപ്പി ചെയ്ത് നമ്മുടെ ടോയ്ലറ്റിൻ്റെ മേളിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാം. ഇനി ഇത് എല്ലാ ടോയ്ലറ്റിനും നിങ്ങൾക്ക് ഇതുപോലെ പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ഡയമെൻഷൻ വരുന്നത് സർവീസ് റൂമിൻ്റെ ആണ്. സർവീസ് റൂമിൻ്റെ നമുക്ക് 150 ആണ് വേണ്ടുന്നത്. 150, 125. അപ്പോൾ 125 വേണമെങ്കിൽ നമുക്കിവിടെ ഡോർ ഗ്രില്ലായിട്ട് വേണമെങ്കിലും കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുക്കാം. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഡിസൈൻ ചെയ്ത് പോവാം. അങ്ങനത്തെ കേസിൽ ഇതൊന്ന് ഡിലീറ്റ് ചെയ്യും. DO എൻ്റർ ചെയ്യണം. നമ്മുടെ ഇതിൻ്റെ സൈസ് വരുന്നത് 150യുടേത് 145, 235. Zero എൻ്റർ 135. ഈ 235ൻ്റെ പകുതി എത്രയാണെന്ന് നോക്കണം. ഈക്വൽ ടു 235 ഡിവൈഡഡ് ബൈ 2 117.5. അതാണ് റേഡിയസ് കൊടുക്കേണ്ടത്. അപ്പം C എൻ്റർ 117.5.
എൻ്റർ ചെയ്യാം. ഇത് കോപ്പി ചെയ്ത് നമുക്ക് ഈ റൂമിൻ്റെ ഈ ഭാഗത്തായിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വയ്ക്കുന്നു. അതിൻ്റെ തന്നെ 125ൻ്റെ തന്നെ നമുക്ക് ഒരെണ്ണം കൂടെ 150യുടെ നമുക്ക് കൊറിഡോറിൽ പ്ലേസ് ചെയ്യാം. അപ്പം ഇത് വരയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വരെയാണ് നമ്മളിപ്പോൾ ഇത് പറഞ്ഞത്. ആദ്യത്തെ ഒരെണ്ണം പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്കത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. സ്ട്രെയിറ്റ് ലൈൻ വരച്ചതിന് ശേഷം DIV എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തിട്ട് ഈ ലൈനിൻ്റെ മുകളിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവർ എത്ര ഡിവൈഡ് ചെയ്യണം എന്ന് ചോദിക്കും. നമുക്ക് 3 ഡിസ്ക് വാൽവ് വയ്ക്കേണ്ടത്. +1 സെഗ്മെൻ്റ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ 4 സെഗ്മെൻറ്റ് വരും. അപ്പം നമ്മുടെ ഫസ്റ്റ് നമ്മൾ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ. സെക്കൻഡ് നമ്മൾ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ. മൂന്നാമത്തത് നമ്മൾ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ. അപ്പം അത് ഇക്വിഡിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പ്ലേസ് ചെയ്ത് പോരാൻ പറ്റും. ആ ഒരു വൃത്തികേടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. ഇക്വിഡിസ്റ്റൻ്റ് ആയിട്ട് പ്ലേസ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. ഇത് ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത ഡ്രോയിങ് തന്നിട്ടുണ്ടായിരുന്നു, അതായത് ലൈറ്റ് ഷെയ്ഡിലേക്കുള്ളത്. അപ്പോൾ ഇവിടെ ഇതുപോലെ ഇരിക്കും. ഇനി ഇത് തന്നെയാണ് നമുക്ക് ഇവിടോട്ടും പ്ലേസ് ചെയ്ത് കൊടുക്കേണ്ടത്. അവിടുത്തെ സൈസ് വേരിയേഷൻ ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. സൈസ് നമ്മൾ ഫ്രഷ് എയറിന് എടുത്തേക്കുന്നത് 125 ആണ്. കംപ്ലീറ്റ് ഇനി 125 ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 125ൻ്റെ ഡയമെൻഷൻ നോക്കിക്കഴിഞ്ഞാൽ 120/200. DO എൻ്റർ ചെയ്യുന്നു. 0 എൻ്റർ, 120 എൻ്റർ, 120 വെച്ചു. സർക്കിൾ എൻ്റർ ചെയ്യുന്നു. നമുക്ക് 200 ആണ് ഔട്ടർ വരുന്നത്. 100 ഡയ കൊടുക്കുന്നു. ഇതാണ് നമ്മുടെ കോപ്പി. നമുക്ക് ഈ റൂമിൽ വേണം. ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ ഈസ്തറ്റിക്സ് ചേഞ്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ 120 ആണെങ്കിൽ നമ്മൾ ഇവിടെ 120 തന്നെ വെച്ച് കൊടുക്കും. നമുക്ക് ഇങ്ങനെ തന്നെ സെയിം ഡയമെൻഷനിൽ തന്നെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരേ റൂമിൽ തന്നെ 2 ഡയമെൻഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്റ്റീരിയർ കാണാൻ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ആ കേസിൽ നമ്മൾ ഇവിടെ ഇപ്പം കണ്ടോ 150യും 125യും വരുമ്പോൾ ഡയമെൻഷൻ്റെ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ആ കേസിൽ ചിലപ്പോൾ നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ട് സെയിം ബിഗർ സൈസ് തന്നെ ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഡാമ്പർ വെച്ചിട്ട് വോളിയം കൺട്രോൾ ചെയ്ത് വെക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ കാണുമ്പോൾ മൊത്തത്തിൽ ഭംഗി ഉണ്ടായിരിക്കും. വേറെ വേറെ സൈസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭംഗി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വലി സൈസസ് കൊടുക്കുന്നതിന് പകരം ഒരു റൂമിൽ കൊടുക്കുമ്പോൾ നമ്മൾ സെയിം സൈസ് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ എക്സാക്റ്റ് ആ സൈസ് തന്നെ കൊടുക്കണമെങ്കിലും കൊടുക്കാം. അപ്പോൾ സീലിങ്ങിൽ 2 സൈസായിട്ടിരിക്കുമ്പോൾ ഒരേ റൂമിൽ തന്നെ 2 സൈസായിട്ടിരിക്കുമ്പോൾ ഭംഗി ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ ഓപ്ഷൻ പ്രിഫർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് ബേസ് ചെയ്തുകൊണ്ട് ഡക്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് വേണ്ടുന്നത്. അപ്പോൾ ഡക്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. പുറത്തോട്ടാണ് ഡക്റ്റ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ CFM വരുന്നത് ടോട്ടൽ 885 CFM ആണ്. ഞാനിവിടെ 885 CFM എന്ന് കൊടുത്തു. ഹെഡ് ലോസ് ഇത് എക്സോസ്റ്റ് എയർ ആയതുകൊണ്ട് 0.08 കൊടുക്കുക. അപ്പോൾ അതിനനുസരിച്ച് ഈക്വലൻ്റ് ആയ ഇവിടെ വന്നു. ഞാനൊരു 12 ഇഞ്ച് ഹൈറ്റ് ആണ്. 12 ഇഞ്ച് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമുക്ക് എല്ലാ സൈറ്റിലും കിട്ടുന്ന ഒരു ഹൈറ്റ് ആണ്. അപ്പോൾ ആ ഹൈറ്റ് ആണ് ഇവിടെ പ്രിഫർ ചെയ്തിരിക്കുന്നത്. ആ ഹൈറ്റ് ഇവിടെ നിന്ന് ഞാൻ ചൂസ് ചെയ്തു. ചൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുന്നുണ്ട്. 150യുടെ ഔട്ടർ 235 ഓക്കെ. നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്ന വീതി വന്നിട്ട്
350 ഉണ്ട്. അപ്പോൾ 300 350ൻ്റെ ഡക്റ്റാണ്. എൻ്റർ 175 എൻ്റർ ചെയ്ത് ഞാൻ പകുതി ഇങ്ങോട്ടും പകുതി ഇതുപോലെ എടുത്തു. ഓക്കെ, അപ്പം എൻ്റെ ഡക്റ്റിൻ്റെ സൈസ് വരുന്നത് ആദ്യം വീതി എഴുതുക, രണ്ടാമത് ഹൈറ്റ് എഴുതുക. XOCFM 350, ഡക്സ് സൈസ് EAD എക്സോസ്റ്റ് എയർ ഡക്റ്റ് 350. അത് ഞാനിവിടെ നോട്ട് ചെയ്തു. അതെനിക്ക് തിരിച്ച് നോട്ട് ചെയ്യണമെങ്കിൽ നോട്ട് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ എൻ്റർ ചെയ്ത് ഇവിടെ ഞാൻ നോട്ട് ചെയ്തു. ഓക്കെ, ഇനി എനിക്ക് ഈ ഒരു ടോയ്ലറ്റിലേക്കുള്ള ഡിസ്ക് വാൽവിൻ്റെ കണക്ഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കണക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്ട്രെയിറ്റ് എടുത്തു. അപ്പോൾ അവിടെ നമുക്ക് 49 CFM ആണുള്ളത്. യൂണിറ്റ് ഞാൻ IPSലേക്ക് മാറ്റി, എന്നിട്ട് ഇവിടെ 49 എഡിറ്റ് ചെയ്ത് കൊടുത്തു. അപ്പം നമുക്ക് അവിടോട്ട് വരുന്നത്, ഇപ്പം ഞാൻ 4 കൊടുത്തു കഴിഞ്ഞാൽ 6 ഇഞ്ചാണ് വരുന്നത്. നമുക്ക് 80ൻ്റെത് വരുമ്പോൾ 135 മാക്സിമം അവിടേക്ക് വരുന്ന ഇതിൻ്റെ വിടുത്ത്. അപ്പം നമുക്കൊരു 200 വേണം. 200 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു 200 കൊടുത്തു കഴിഞ്ഞാൽ 75 ഡക്റ്റിന് ഹൈറ്റ് ഉള്ളൂ. 75 ഇല്ല, നമുക്ക് ഏറ്റവും മിനിമം ഹൈറ്റ് വരുന്നത് 100 ആണ്. അപ്പോൾ 100 × 200ൻ്റെ ഡക്റ്റ് വരയ്ക്കാനാണ് നിവൃത്തി. എൻ്റർ 100 ഇതുപോലെ എടുത്തു ഞാൻ. എന്നിട്ടത് ഈ ഒരു ഭാഗത്ത് വെച്ച് നിർത്തുന്നു. ഇവിടുന്ന് ഞാനൊരു 100 എടുത്തു ഷൂ പീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആസ് പെർ സ്മാഗ്ന സ്റ്റാൻഡേർഡ് നമ്മൾ ഷൂ പീസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഷൂ പീസ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഞാൻ ഈ ഡക്റ്റിൻ്റെ കംപ്ലീറ്റ് ഇവിടെ വെച്ച് നിർത്തുവാണ്. ഓക്കെ, അപ്പം എൻ്റെ കോപ്പി എൻ്റർ, പിന്നെ ഞാൻ നേരെ വെക്കുന്നു. എൻ്റർ ചെയ്ത് ഞാൻ ഇവിടെ പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എനിക്ക് CFM എത്രയേ ഉള്ളൂ? 49 ഉള്ളൂ. ഡക്റ്റിൻ്റെ സൈസ് 200, 100. ഓക്കെ, ഇനി ഞാൻ ഇവിടോട്ട് വരയ്ക്കാൻ പോകുന്നത് ഈ ഡിസ്ക് വാൽവിലേക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് സെൻറ്ററിൽ ഇങ്ങനെ ലൈൻ വരച്ചു. ലൈൻ വരച്ചതിന് ശേഷം ഇനി ഇവിടെ ഞാൻ ഫ്ലെക്സിബിൾ ഡക്റ്റ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫ്ലെക്സിബിൾ ഡക്റ്റ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഞാൻ 200ൻ്റെ ഫ്ലെക്സിബിൾ ഡക്റ്റാണ് ഇടുന്നത്. അല്ലെങ്കിൽ എനിക്ക് 150യുടെ ഫ്ലെക്സിബിൾ ഡക്റ്റ് ഇക്വലൻ്റായി നോക്കുവാണെങ്കിൽ ഇവിടെ എത്ര വരുന്നത് എന്നുള്ളത് നോക്കാം. 4.7 ആണ് വരുന്നത്. അപ്പം 6 ഇഞ്ചിൻ്റെ ഫ്ലെക്സിബിൾ ഡക്റ്റ് ഇടാം. 6 ഇഞ്ചിൻ്റെ ഫ്ലെക്സിബിൾ ഡക്റ്റ് ഇടാനാണെന്നുണ്ടെങ്കിൽ 4 കഴിഞ്ഞാൽ പിന്നെ 6 ആണുള്ളത്. അപ്പം 4.7 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 6ൻ്റെ ഫ്ലെക്സിബിൾ ഡക്റ്റ് വരയ്ക്കാൻ RAC എൻ്റർ, D എൻ്റർ ചെയ്യുന്നു. വീതി ഞാൻ 25 കൊടുക്കുന്നു. ഹൈറ്റ് ഞാൻ 150 കൊടുക്കുന്നു. ഇതുപോലെ ഞാനൊരു വെർട്ടിക്കൽ പീസ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഞാനൊരു 25 mm എടുക്കുന്നു. എന്നിട്ട് ഇതിനെ ഇങ്ങനെ വരയ്ക്കുന്നു. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ നടുക്ക് വരച്ച ഈ ലൈൻ ഡിലീറ്റ് ചെയ്ത് കളയാം. ഈ ഷെയിം ഷാർപ്പൻ MI എൻ്റർ ചെയ്യുന്നു. MI മിറർ ചെയ്യാനാണ്. ഇപ്പോഴത്തെ താഴെ ഭാഗത്തും അത് വരണം. ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഹൊറിസോണ്ടലി ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. എൻ്റർ ചെയ്യുന്നു.
ഇപ്പോൾ ഇവിടെയും വന്നു. ഇനി ഞാൻ ഇതിനെ അങ്ങ് എക്സ്പ്ലോഡ് ചെയ്യുന്നു. എക്സ് എൻ്റർ ചെയ്തിട്ട് എക്സ്പ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ലൈനും ഡിലീറ്റ് ചെയ്യാം, ഈ ലൈനും ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ്, ഇതിങ്ങനെ വെർട്ടിക്കലി തന്നെ വരയ്ക്കണം. ഇതുപോലെ ഈ ഡയമെൻഷൻസ് കറക്റ്റ് മാച്ച് ആയിരിക്കണം. 25, 25, 25, വീതിയും 25. ഈ ഒരു ലെങ്ത് മാത്രമേ ഉള്ളൂ ഡെക്കിൻ്റെ ഡയ എന്ന് പറയുന്നത്. 150 ആണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇത് സെലക്ട് ചെയ്തു, ബി എൻ്റർ ചെയ്തു. ഫ്ലെക്സ് എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പം ഇത് ബ്ലോക്ക് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ ഇവിടെ അറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ ME എൻ്റർ ചെയ്യുക, ഈ ലൈൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ചോദിക്കും മെഷർ ചെയ്യാൻ. അപ്പോൾ ഈ ഭാഗത്ത് ഇതാണ്ടോ ഇവിടെ ചോദിക്കുന്നുണ്ട്. ഇവിടെ ബ്ലോക്കാണ് വേണ്ടത്. ബി എൻ്റർ ചെയ്യുക. ബി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബ്ലോക്കിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഞാൻ കൊടുത്ത പേര് ഫ്ലെക്സ് എന്നാണ്. അപ്പോൾ ഫ്ലെക്സ് എന്നുള്ള പേര് ടൈപ്പ് ചെയ്തു. അപ്പോൾ ഇവിടെ അടുത്ത് ചോദിക്കുന്നത് ബ്ലോക്ക് അലൈൻ ചെയ്യണോ വേണ്ടെന്നോ. വൈ എൻ്റർ ചെയ്യുക. അപ്പോൾ എത്ര ഇതിലാണ് അലൈൻ ചെയ്യേണ്ടതെന്നുള്ളത് ചോദിക്കും. നമ്മൾ അത് 25 ആണ് ഡിസ്റ്റൻസ് കൊടുത്തത്. അപ്പോൾ ആ 25 എൻ്റർ ചെയ്ത് കൊടുക്കുക. ME എൻ്റർ ചെയ്യുക. ഇവിടെ ഇത് സെലക്ട് ചെയ്യുക, ബി എൻ്റർ ചെയ്യുക, മെഷർ എൻ്റർ ബ്ലോക്ക് ഫ്ലെക്സ് എന്നാണ് കൊടുത്തത്. ഫ്ലെക്സ് എൻ്റർ ചെയ്യുക. അലൈൻ ചെയ്യണമെന്ന് ചോദിക്കും. വൈ എൻ്റർ ചെയ്യുക. സ്പെസിഫൈ ദ ലെങ്ത് ഓഫ് സെഗ്മെൻറ്റ് 25 എൻ്റർ ചെയ്യുക. ഓക്കെ, ഒരു മിനിറ്റ്. ഇതിങ്ങനെ വരച്ചതിന് ശേഷം ബി എൻ്റർ ചെയ്ത് ബ്ലോക്ക് ചെയ്യുവാണ്. ബ്ലോക്ക് ചെയ്യുമ്പോൾ നമ്മളിവിടെ പിക്ക് പോയിന്റ് കൊടുക്കണം. ഞാൻ മറന്നുപോയി. പിക്ക് പോയിന്റ് ഞാൻ ഈ സെൻറ്റർ പോയിന്റ് കൊടുത്തു, എന്നിട്ട് ഫ്ലെക്സ് കൊടുത്തു. ഇപ്പം അത് ചെയ്തിട്ടുണ്ട്. ഇനി ME എൻ്റർ, ലൈൻ സെലക്ട് ചെയ്തു, ബി എൻ്റർ ചെയ്തു, ബ്ലോക്ക് നെയിം ഫ്ലെക്സ് എന്ന് പറഞ്ഞ് കൊടുത്തു, വൈ എൻ്റർ ചെയ്തു, ഡിസ്റ്റൻസ് 25 കൊടുത്തു. ആ പിക്ക് പോയിന്റ് ഞാൻ കൊടുക്കാൻ വിട്ടുപോയിരുന്നു, അതാണ് ഈ ഒരു കേസ് വന്നത്. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു പീസ് ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ കണക്ട് ചെയ്തു. ഇവിടെ 25 എൻ്റർ ചെയ്ത് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തു ഇതുപോലെ. ഇനി ഇവിടുത്തെ ഈ സെൻറ്റർ ലൈൻ നമുക്കങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. എന്നിട്ട് ഇതിനെ ഇവിടെ ഒന്ന് ഈ ഒരു ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തു, ഇതിനെ ഈ എഡ്ജിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ ടോയ്ലറ്റിലേക്ക് നമുക്ക് ഫ്ലെക്സിബിൾ ഡക്റ്റ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത് ഈ രീതിയാണ്. അപ്പം ഫ്ലെക്സ് ഡക്റ്റിൻ്റെ ഡയ വേണമെങ്കിലും നമുക്കിവിടെ നോട്ട് ചെയ്യാം. ഞാൻ ഇത് എക്സോസ്റ്റ് CFM 45 EAD കൊടുത്തു. ഇനി ഇവിടെ ഡയ ഫ്ലെക്സ് 150. അപ്പോൾ ഈ ഡക്റ്റിനകത്തേക്കുള്ള എല്ലാ ഡീറ്റെയിലും, അല്ലെങ്കിൽ ഈ ടോയ്ലറ്റിനകത്തേക്കുള്ള എല്ലാ ഡീറ്റെയിലും ഇവിടെ വന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഡിസ്ക് വാൽവിൻ്റെ സൈസും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് എഴുതണമെങ്കിൽ എഴുതാം. സൈസ് ഇച്ചിരി ചെറുതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ പ്രോപ്പർട്ടീസിൽ പോകുന്നു, ടെക്സ്റ്റിൻ്റെ സൈസ് നമുക്കൊന്ന് ചെറുതാക്കാം. ടെക്സ്റ്റ് ഹൈറ്റ് നമുക്കൊരു 80 കൊണ്ടുവരാം. ഓക്കെ, ഇനി ഡിസ്ക് വാൽവ് കോപ്പി, ഡയ DV ഡിസ്ക് വാൽവ് നമുക്ക് വന്നിരിക്കുന്നത് 80 ആണ്. അപ്പോൾ ഈ ടോയ്ലറ്റിനകത്തേക്കുള്ള എല്ലാ സംഭവത്തിൻ്റെ ഡീറ്റെയിലും ഉണ്ട്. ആരെപ്പോൾ നോക്കിയാലും അവർക്കിത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും.
അത് നമുക്ക് ഓരോ ടോയ്ലറ്റിനകത്തേക്കും കോപ്പി പേസ്റ്റ് ചെയ്യാം. എല്ലാം സെയിം CFMഉം സെയിം ഇതുമാണ് വരുന്നത്. ഞാൻ എല്ലാ ടോയ്ലറ്റിലേക്കും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ 2 CFM കഴിഞ്ഞതിന് ശേഷം അടുത്തത് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്ക് മൊത്തത്തിൽ ഇതേപോലെ തന്നെ കോപ്പി ചെയ്തെടുത്തിട്ട് ഇങ്ങനെ കോപ്പി ചെയ്തിട്ട് നമുക്ക് എടുക്കാം. കോപ്പി ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഈ ഡിസ്ക് വാൽവിൻ്റെ സെൻറ്റർ പിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഡിസ്ക് വാൽവിൻ്റെ സെൻറ്ററിൽ കൊണ്ടുവന്ന് വയ്ക്കുക. അതുപോലെ ഇവിടെയും നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. സെൻറ്റർ വയ്ക്കുക, സെൻറ്ററിൽ പ്ലേസ് ചെയ്യാം, സെൻറ്ററിൽ പ്ലേസ് ചെയ്യാം. ഇങ്ങനെ പ്ലേസ് ചെയ്ത് പോവാം. ഓക്കെ. അപ്പം ഇവിടെ ഡയമെൻഷൻ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇവിടെ ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ അപ്പം നമുക്ക് പ്ലേസ് ചെയ്തുകൊണ്ട് കാര്യമില്ല. അവിടെ നമ്മുടെ ഡിസ്ക് വാൽവിൻ്റെ സൈസ് 150 ആണ്. അപ്പോൾ ടോയ്ലറ്റിൻ്റെ കംപ്ലീറ്റ് പ്ലേസ് ചെയ്തു. പ്ലേസ് ചെയ്തതിന് ശേഷം ഇനി ഡക്ട് സൈസ് ചെയ്യണം. ഡക്ട് സൈസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് വേണം നമുക്ക് ഇവിടെ ബാക്കി ഡിസൈൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഈ 2, 3, 1, 2, 3 ഇത്രയും കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ ഒരു റെഡ്യൂസർ കൊടുക്കുകയാണ്. എല്ലാം എൻ്റർ ചെയ്തു. ഇവിടെ നിന്നൊരു 150 മാർക്ക് ചെയ്യുന്നു. ഓക്കെ. നമ്മുടെ ഡക്റ്റിൻ്റെ ഇവിടെ ജോയിൻ ചെയ്ത് കൊടുത്തു. EX ഡബിളുണ്ട് ഇവിടെ കൊടുത്തു. ഇനി ഇവിടെ റെഡ്യൂസർ കൊടുക്കുകയാണ് വേണ്ടുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ എല്ലാം CFM എത്രയാണെന്നുള്ളത് നോക്കാം. ടോയ്ലറ്റിൻ്റെ 2 ടോയ്ലറ്റിൻ്റെ CFM 49, 49. കൊറിഡോറിൻ്റെ CFM നമുക്ക് വന്നിരിക്കുന്നത് 394 ആണ്. അപ്പോൾ ഇവിടെ ഈക്വൽ ടു 394 ഡിവൈഡഡ് ബൈ 3 അതിൻ്റെ ഒരു CFM. അപ്പോൾ ഇത് 3 കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് വരിക നോക്കാം. അപ്പോൾ 229.335 ആണ്. അത്രയും CFM ആണ് ഇപ്പോൾ അവിടെ പോയിരിക്കുന്നത്. നമുക്ക് ടോട്ടൽ ഉള്ളത് എത്ര? 885. അപ്പം ഈക്വൽ ടു 885 മൈനസ് 229, 656 വരുന്നത്. നമ്മളിവിടെ 656 12 ഇഞ്ച് ഹൈറ്റ് വെച്ചിട്ട് കൊടുത്തു നോക്കുമ്പോൾ 275. നമുക്ക് വീതി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ വീതി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവാം. അപ്പോൾ ഹൈറ്റ് മാത്രം കുറയും. നമ്മൾ വീതി 350 തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഹൈറ്റ് 250 വന്നു. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം? അല്ല, ഇനി ഇത് വീതിയായിട്ട് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ 300 ഡക്റ്റിലോട്ട് വരും. അപ്പോൾ ഞാൻ എൻ്റർ 450 ഗ്യാപ്പ് മതി. റെഡ്യൂസറിന് 450 മതി. വെറും 50 mm ഡിഫറൻസേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം? സ്ട്രെയിറ്റ് ഇങ്ങനെ ലൈൻ വരയ്ക്കണം. വീണ്ടും സെൻറ്റർ ലൈൻ വരയ്ക്കണം. സെൻറ്റർ ലൈൻ വരച്ചതിന് ശേഷം TR ഡബിൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ട്രിം ചെയ്ത് കളയാം. ഇതും കളയാം, ഇതും കളയാം. എന്നിട്ട് എൻ്റർ 150 എൻ്റർ ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഡക്റ്റിനെ വരയ്ക്കാം. TR ഡബിൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ നമുക്ക് ട്രിം ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ കൊടുത്തു, ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെയും കൊടുത്തു. അപ്പോൾ ഇനി ഇവിടുത്തെ CFM എത്രയാണ് വരുന്നതെന്നുള്ളത് നമ്മളിവിടെ നോട്ട് ചെയ്ത് കൊടുക്കണം. ഈ ഭാഗത്ത് നമുക്ക് വരുന്ന CFM എന്ന് പറയുന്നത് ഡക്റ്റിൻ്റെ സൈസ് 656 300 ഡക്റ്റ്. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് ഇവിടോട്ട് ടച്ച് ചെയ്യണം. ഞാൻ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചു. EX ഡബിൾ എൻ്റർ ചെയ്തിട്ട് ഇവിടെയും ക്ലിക്ക് ചെയ്തു, ഇവിടെയും ക്ലിക്ക് ചെയ്തു, ടച്ചായി. ഇതിവിടെ ഉണ്ട്. ഇനി എനിക്ക് അടുത്തത് സൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഇപ്പോൾ 2 ത്രോ പോയി കഴിഞ്ഞ് ഇവിടെ നിന്ന് ചെയ്യണമെങ്കിൽ ചെയ്യാം. എല്ലാം എൻ്റർ ചെയ്തു. ഇവിടുന്ന് 150 കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വെച്ചു.
D150 വരച്ച ലൈൻ ഡിലീറ്റ് ചെയ്യുന്നു. ഓ എൻ്റർ 450 കൊടുക്കുന്നു. ഡക്റ്റ് വരച്ചു. TR ഡബിൾ എൻ്റർ ചെയ്തു. ഇതിവിടെ ഹൈറ്റ് മാത്രമേ റെഡ്യൂസ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. വീതി ഇനി അധികം റെഡ്യൂസ് ചെയ്യാനില്ല. വീതി നമുക്ക് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താം. അപ്പം അതിനകത്ത് വരുമ്പോൾ നമുക്കൊരു 130 ഒരു 49 കൂടെ എക്സ്ട്രാ വന്നു. അപ്പം ഈക്വൽ ടു ഇത് പ്ലസ് ഇത് പ്ലസ് ഇത് വന്നു 410. അപ്പം നമ്മുടെ ബാക്കി CF 885 മൈനസ് 410 476 വരുന്നത്. 476 CFന് 12,225. അതായത് 225ൻ്റെ മൾട്ടിപ്പിൾ എടുക്കുന്നതിലും കൂടുതൽ നമ്മളത് 50യുടെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് 476ന് 300 250 ഡക്റ്റിൻ്റെ ഹൈറ്റ് എടുക്കുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ വന്നു. ഇവിടെ ഇനി നമുക്ക് ഈ 3 എണ്ണം സപ്ലൈ കൊടുത്ത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. ഇവിടുന്ന് വേണമെങ്കിൽ ഇതിലേക്ക് ഫ്ലെക്സിബിൾ കൊടുക്കാം. ഇവിടുന്ന് ഇതിലേക്ക് ഫ്ലെക്സിബിൾ കൊടുക്കാവുന്നതാണ്. ഇവിടുന്ന് 150 എടുക്കുന്നു. 150 അല്ല, ശരിക്കും അതൊരു 2 ഫീറ്റ് വരെ എടുക്കാം. ഡക്റ്റിൻ്റെ ഈ എൻഡ് വരെ നമുക്ക് ത്രോ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 300 എടുക്കുന്നു. 1 ഫീറ്റ് നമുക്ക് ഇത്രയും ലെങ്ത് ഉള്ളതുകൊണ്ട് F എൻ്റർ R എൻ്റർ 0 എൻ്റർ ചെയ്ത് ഇതിനെ ഇവിടെ ഫില്ലറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇതിനെ ഫില്ലറ്റ് ചെയ്യുന്നു. നമുക്കിങ്ങനെ ജോയിൻ ചെയ്ത് കിട്ടും. കുറച്ചൊന്ന് മുകളിലോട്ട് വെച്ചിട്ട് O എൻ്റർ 300 എൻ്റർ ചെയ്യുന്നു. F എൻ്റർ R എൻ്റർ 150 എൻ്റർ കൊടുക്കുന്നു. ഇവിടെ ഫില്ലറ്റ് ചെയ്യുന്നു. അതുപോലെ ഇവിടെയും ഫില്ലറ്റ് ചെയ്യുന്നു. O എൻ്റർ 300 എൻ്റർ കൊടുക്കുന്നു. ഇവിടെ ഇതേപോലെ ഓഫ്സെറ്റ് ചെയ്യുന്നു. ഇവിടെ ഇതുപോലെ ഓഫ്സെറ്റ് ചെയ്യുന്നു. ഈ എൽബോ ഇവിടെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ ഈ എൽബോയും ഇവിടെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് ഇതേപോലെ ഫിറ്റിംഗ് വെക്കാൻ പറ്റില്ല. ഇനി അതൊന്ന് നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് ഈ ഒരു ടോയ്ലറ്റിൻ്റെ കേസിൽ ഇതുപോലെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഞാനിതിനെ ഇങ്ങോട്ട് മൂവ് ചെയ്ത് വെച്ചു. അതായത് ഒരു ഫിറ്റിംഗ് ടു ഫിറ്റിംഗ് നമുക്ക് മിനിമം ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പം അത് വെച്ചിട്ട് ഞാൻ ഈ രീതിയിൽ
ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വെച്ചു. ഡോറിൻ്റെ എൻട്രിയുടെ അവിടെ കൊടുക്കാം. എന്നിട്ട് ഇവിടെ ലൈൻ വെച്ചു. അതിന് ശേഷം PL എന്ന് പറഞ്ഞ കമാൻഡ് എടുത്തു. ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് PL എടുത്ത് ഇങ്ങനെ കൊടുത്തു. PL ആകുമ്പോൾ ഒറ്റ ലൈനാണ്. ഇനി ME എൻ്റർ ചെയ്തു, സെലക്ട് ചെയ്തു, B എൻ്റർ ചെയ്തു, ബ്ലോക്കിൻ്റെ പേര് ഫ്ലെക്സ് എന്ന് എൻ്റർ ചെയ്തു, അലൈൻ യെസ് കൊടുത്തു, ലെങ്ത് ഓഫ് സെഗ്മെൻറ്റ് 25 കൊടുത്തു. അപ്പോൾ ഇത് ഇവിടെ കണ്ടോ, ഇത് ഒന്ന് വൃത്തിയായിട്ട് വന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും എഡിറ്റ് ചെയ്തു. ഇനി ഇവിടെ നമുക്ക് ഒന്ന് ഫില്ലറ്റ് ചെയ്യണം. F എൻ്റർ, R എൻ്റർ. ഇതിൻ്റെ ഡയ വരുന്നത് 150. അപ്പോൾ ഞാൻ 150യിൽ തന്നെ ഇവിടെ ഫില്ലറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ME എൻ്റർ ചെയ്തു, B ഫ്ലക്സ് എൻ്റർ, Y എൻ്റർ, 25 എൻ്റർ. അപ്പോൾ കണ്ടോ, ഒന്നുകൂടെ ഒന്ന് നീറ്റായിട്ട് വന്നു. ഞാൻ ഇവിടെയുള്ള ഈ ജോയിൻ്റ് കളയുന്നു. എൻ്റർ, ജോയിൻ ചെയ്തു. ഇനി ഇവിടെ നമുക്ക് ഇതിൽ നിന്ന് ഇതിലേക്കും ഇതിൽ നിന്ന് ഇതിലേക്കും ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ പറയുന്നത് ഡിലീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയും കണക്ടിവിറ്റി ആയി. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ ഇവിടുന്ന് നമുക്ക് ടാപ്പ് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ബാക്കി ഇത് രണ്ടും ഫ്രഷ് എയർ ആയിട്ട് എടുക്കാം. എക്സോസ്റ്റ് ഇതും കൂടെ ഉള്ളൂ. O എൻ്റർ, 100 എൻ്റർ, ഹൺഡ്രഡിൽ നമ്മൾ ഷൂ പീസ് വരയ്ക്കുന്നു. ഇവിടെ കൊണ്ടുവന്ന് നിർത്തി, TR എൻ്റർ ചെയ്തു, ME എൻ്റർ, ഇവിടുത്തത് നമുക്ക് ഇത് 150യുടെ ഡിഫ്യൂസറാണ്. അപ്പം നമുക്ക് ഈ ഫ്ലെക്സിബിൾ ഡക്റ്റ് ഇട്ടിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത ഫ്ലെക്സിബിൾ ഡക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. RAC എൻ്റർ, D എൻ്റർ, 25 എൻ്റർ, 200 എൻ്റർ. ലെങ്ത്ത് 150 എന്നുള്ളതിൽ നിന്ന് 200 ആക്കി. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് 25 മാർക്ക് ചെയ്തു. ഇവിടെ ഇതുപോലെ പ്ലേസ് ചെയ്തു. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇവിടെ 25 മാർക്ക് ചെയ്തു. ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തു. അഗെയിൻ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തു, സെൻറ്റർ ഡിലീറ്റ് ചെയ്തു. ഒന്ന് എക്സ്പ്ലോഡ് ചെയ്തിട്ട് ഈ ലൈനും ഡിലീറ്റ് ചെയ്തു. ഇത് നിങ്ങൾക്ക് റെക്റ്റാങ്കിൾ വെച്ച് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ എക്സ്പ്ലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. B എൻ്റർ ചെയ്തു, പിക്ക് പോയിൻ്റ് ഞാൻ ഈ പോയിൻ്റ് പിക്ക് ചെയ്തു, ഫ്ലെക്സ് 2 എന്ന് പറഞ്ഞു, 200ൻ്റെ 2 എന്ന് പറഞ്ഞു കൊടുത്തു. സ്പേസ് ഇട്ട് കഴിഞ്ഞാൽ ചെയ്യാൻ പാടാണ്. മെഷർ കമാൻഡ് എടുക്കുമ്പോൾ സ്പേസിൽ വർക്ക് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ കൊടുക്കുമ്പോൾ സിംഗിൾ നെയിമായിട്ട് കൊടുക്കുക, ഫ്ലെക്സ് 2. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. അപ്പോൾ ഈ പോയിൻ്റ് ഓൾറെഡി നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ പോയിൻ്റാണ്, ഫ്ലെക്സ് 2 എന്നാണ് പേര്. ഓക്കെ കൊടുത്തു. ഇനി ഇവിടെ നമുക്ക് മെഷർ ചെയ്യാം. ME എൻ്റർ, സെലക്ട് ചെയ്തു, E എൻ്റർ, സെലക്ട് ചെയ്തു, B എൻ്റർ, ഫ്ലെക്സ് 2 എൻ്റർ, Y എൻ്റർ, 25 എൻ്റർ. ഇത് വന്നു. ഓക്കെ, ഇനി ഇവിടുന്ന് നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കണക്ഷൻ കൊടുക്കാം. അപ്പം എക്സോസ്റ്റിൻ്റെ മൊത്തം പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് ഒരു ഫാൻ വെക്കണം. ഫാൻ ഇപ്പോൾ നമ്മൾ വെളിയിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഫാൻ നമ്മൾ വെളിയിൽ വെച്ചിട്ട് ഔട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫാനിൻ്റെ ലെജൻഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഒരു ലെജൻഡ് ടെമ്പററി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ടെമ്പററി ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം. നിങ്ങളുടെ ഫാൻ ഇവിടെ പ്ലേസ് ചെയ്യുന്നു. എന്നിട്ട് സെൻറ്ററിൽ
ഇങ്ങനൊരു സർക്കിൾ വരച്ചു. സൈഡിൽ ഞാനൊരു എലിപ്സ് വരച്ചു കൊടുക്കുന്നു. ഇങ്ങനെ MI എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ട് മിറർ ചെയ്ത് വയ്ക്കാനും പറ്റും. ഇതെൻ്റെ എക്സോസ്റ്റ് ഫാനാണ്. ഇവിടുന്ന് നമുക്ക് ഈ സെയിം ഡയൽ എൻ്റർ 175 എൻ്റർ ചെയ്ത് ഡക്റ്റ് ഇവിടെ എൻ്റർ 300 എൻ്റർ നിർത്താം. ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മേളിലോട്ട് കളയുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളിത് മേളിലോട്ടൊന്ന് പൊക്കിയെടുത്ത് വെൻ്റ് കൗൾ കൊടുത്തിട്ട് ചെയ്യാം നമുക്ക്. അപ്പം ഞാൻ ഇനി ഇവിടെ നോട്ട് ചെയ്യുന്നു, എക്സോസ്റ്റ് ഫാൻ 900 CFM. നമുക്ക് പ്രൊപ്പല്ലർ ഫാൻ ടൈപ്പ് അല്ലെങ്കിൽ ഇൻലൈൻ ഫാനോ മതി. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്സോസ്റ്റ് ഫാൻസ് ഉണ്ട്. ഇൻലൈൻ എക്സോസ്റ്റ് ഫാൻ 900 CFM ആണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഇൻലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടം പോലെ ഉള്ളൊരു ഡിസൈനിൽ വരുന്നതാണ്. എക്സോസ്റ്റ് ലൂവർ വിത്ത് ബേർഡ് മെഷ്. ബേർഡ് മെഷ് ഇതിനുള്ളിലൂടെ പക്ഷികളോ അല്ലെങ്കിൽ പാറ്റയോ അങ്ങനത്തെ സാധനമൊന്നും വരാൻ പാടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്യുന്നു. ഇപ്പം നമ്മളിത് ഒത്തിരി മേളിലോട്ട് കൊണ്ടുപോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ വെൻ്റ് കവൾ വിത്ത് എക്സോസ്റ്റ് ലൂവർ പ്ലസ് ബേർഡ് മെഷ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യും. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ടീമിന് കംപ്ലീറ്റ് ക്ലിയർ ആയിട്ട് വരും. ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. വെൻ്റ് കവള് ഡക്റ്റിൻ്റെത് കാണിച്ചു തരാം. ഇതുപോലെ വരും. ഇങ്ങനെ നമ്മൾ പൊക്കി എടുത്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ ഒരു 45-ൽ ചരിച്ച് നിർത്തും. ചരിച്ച് നിർത്തിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഗ്രില്ല് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ബേർഡ് മെഷ് എന്ന് പറയുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഗ്രില്ല് കൊടുക്കുകയാണ്. ഇത് നേരെ മുകളിലോട്ട് വെക്കാതെ നമ്മളിങ്ങനെ പൊക്കി എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ഒരു 45 ഡിഗ്രി ആംഗിളിൽ നിർത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മഴയൊക്കെ പെയ്യുമ്പോൾ ഡയറക്റ്റ് ഇതിനുള്ളിലോട്ട് വെള്ളം കയറും. അപ്പോൾ അങ്ങനെയുള്ള കേസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് തിരിച്ച് താഴോട്ട് നോക്കി നിൽക്കുന്ന രീതിയിൽ തന്നെ പൊസിഷൻ ചെയ്യുന്നത്. അപ്പോൾ എയർ ഔട്ട് ആവുകയും ചെയ്യും, എന്നാൽ ഇതിന് ഉള്ളിലേക്ക് ഡയറക്റ്റ് ഒന്നും കയറത്തുമില്ല. അപ്പം അത് ആദ്യം ഇങ്ങനെ ചെരിച്ച് നിർത്തുന്നതുകൊണ്ടാണ് ഇതിനെ വെൻ്റ് കവൾ എന്ന് പറയുന്നത്. എല്ലാത്തിൻ്റെയും നോക്കിയൊരു ചെരിവുണ്ട്. ഇവിടെ നോക്കി ഭിത്തിയിൽ ഇതുപോലെ നമുക്ക് കൊടുക്കാം വെൻ്റ് കവൾ. ഇത് ഡക്റ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ എക്സ്റ്റൻഷൻ കാണുന്നുള്ളതേ ഉള്ളൂ. ഇതുപോലെ ഗ്രില്ല് വന്ന് നിൽക്കും. അത് റൂമിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റൂമിന് വെളിയിലായിട്ട് നമുക്ക് വെൻ്റ് കവൾ കൊടുത്ത് ഡിസൈൻ കൊടുക്കാൻ പറ്റും. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ക്ലാസ് ഞാൻ റെക്കോർഡിന് ഇട്ടിട്ടുണ്ട്, ഞാൻ അയച്ചു തരാം. അപ്പോൾ ഒരു ടോയ്ലറ്റിൻ്റെയാണ് ഞാൻ ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അത് ഇതിനകത്ത് ഈ ഒരു ടോയ്ലറ്റിൻ്റെ എക്സോസ്റ്റ് മാത്രമാണ്. ഫ്രഷ് എയർ നിങ്ങൾക്ക് ഇതുപോലെ കൺസിഡർ ചെയ്യാം. ഫ്രഷ് എയർ ഇപ്പം ഞാൻ ടോയ്ലറ്റിനകത്തേക്ക് കൊടുക്കുന്നില്ല. ടോയ്ലറ്റിനകത്ത് നമുക്ക് ഡോർ ഗ്രില്ല് കൊടുത്താലും മതി. നിങ്ങൾക്ക് ആ ഫ്രഷ് എയർ കംപ്ലീറ്റ് വേണമെങ്കിൽ കൊറിഡോറിലേക്ക് ഫീഡ് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. കൊറിഡോറിൽ നിന്ന് ആ ഡോർ ഗ്രിൽ ത്രൂ ഇതിലേക്ക് അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പം ഇതിന് സെപ്പറേറ്റ് ടോയ്ലറ്റിന് കൊടുക്കേണ്ട ആവശ്യമില്ല.
ഇവിടുത്തെ ഗ്രില്ലിൻ്റെ സൈസ് നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ തന്നെ കംപ്ലീറ്റ് എയർ അവിടെ ഡ്രോപ്പ് ആയിട്ട് ബാക്കി ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു PL എൻ്റർ ചെയ്ത് ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. എന്നിട്ട് നമുക്കിവിടെ ഈ ഡോർ ഗ്രില്ല് മെൻഷൻ ചെയ്താൽ മതി. അതിന് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കുന്നതിന് പകരം നമുക്കൊരു ആരോ കൊടുത്താലും മതി. PL എൻ്റർ, W എൻ്റർ, 0 എൻ്റർ, ഇവിടുത്തെ ഒരു 50 എൻ്റർ. SPL എൻ്റർ. ഇതുപോലെ നമുക്ക് കോപ്പി 1 2 3 4 ഇത് കൊടുത്തിട്ട് ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് കൊടുത്താൽ മതി. ഗ്രീൻ കളർ കൊടുക്കാം. ഇത് ഡോർ ഗ്രില്ലാണെന്നുള്ളത് ഇവിടെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലൊന്ന് എഴുതി വെച്ചാൽ മതി. ഡോർ ഗ്രിൽ. ഇതും ഞാൻ ഗ്രീൻ കളറിലേക്ക് കൊടുക്കുന്നു. ഡോർ ഗ്രിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡോറിൻ്റെ മുകളിൽ കൊടുക്കുന്നതാണ് ഡോർ ഗ്രില്ല്. ഇപ്പോൾ ടോയ്ലറ്റിൻ്റെ ഒക്കെ വെന്റിലേഷനിൽ നമ്മൾ ഇതുപോലെ ഡോറിൻ്റെ മുകളിൽ, അതായത് UPS റൂമിൻ്റെ, ബാറ്ററി റൂമിൻ്റെ ഒക്കെ നമ്മൾ ഇതുപോലെ കൊടുക്കാറുണ്ട്. ഇതുപോലെ ടോയ്ലറ്റിൻ്റെ കൊടുക്കുകയാണെങ്കിൽ ഇതിനെയാണ് ഡോർ ഗ്രിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ കൊറിഡോറിലുള്ള ഫ്രഷ് എയർ ഈ ടോയ്ലറ്റിനകത്തേക്ക് കയറിക്കോളും. നമുക്ക് ഇത്രയും കൺജസ്റ്റഡ് ആയിട്ട് ഡക്കിങ്ങും ഫിറ്റിങ്സും ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇത് ബാക്കിയുള്ളിടത്തേക്കും കൂടെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. എന്തെങ്കിലും ഉണ്ടോ?